ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ടാണ്. എല്ലാം യൂസ്ഫുൾ ആണ്, എന്നാലും ഇതിനൊരു പഠന സ്ട്രാറ്റജിയുമായിട്ടാണ്. എന്താണ് ആ പഠന സ്ട്രാറ്റജി? അതായത് നമുക്ക് നോക്കാം, നമ്മൾ STO എന്നുള്ള എക്സാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ STOന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ പലരും ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പൊ STO എന്നുള്ള എക്സാം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു നല്ലൊരു ജോലിയാണ് അല്ലെ, കുറച്ച് നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്, ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും അത്രയും ഏറെ നമ്മൾ കാര്യഗൗരവമായിട്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പഠനം നമ്മളെ മുന്നിലായിട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുക? അതായത് നമുക്കൊരു ദിവസം, അതായത് ചുരുങ്ങിയ ദിവസത്തിനകം നമുക്ക് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവും. അപ്പൊ ആ ഒരു സംശയം കൃത്യമായിട്ട് നിങ്ങൾക്ക് തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പ്രോപ്പറായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. നമ്മളെ മുന്നിൽ ഒരു 120 ദിവസത്തോളം ഉണ്ട്. അപ്പൊ ഈ 120 ദിവസം കൊണ്ട് നമ്മളുടെ സബ്ജക്റ്റ്, നമ്മൾക്കുള്ള സിലബസിലെ സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ആവാതെ കാണാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കൊമേഴ്സ് എന്ന സബ്ജക്റ്റ് ആണ്. കൊമേഴ്സ് എന്ന സബ്ജക്റ്റ് ആദ്യം എടുത്തിരിക്കുന്നത്. കൊമേഴ്സിൽ നമുക്കറിയാം പാർട്ട് 1 അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എത്ര മാർക്കിന്? 40 മാർക്കിന് അല്ലെ. അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് 40 മാർക്കിന്. അപ്പൊ ഈ 40 മാർക്കിന് സബ്ജക്റ്റ് ആണ് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടി Day 1, Day 2, Day 3, Day 4 അല്ലെ. Day 1, Day 2, Day 3, Day 4 ഇങ്ങനെയുള്ള ഡേകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഡേയില് മൊഡ്യൂൾ 1 ആണ് അല്ലെ. മൊഡ്യൂൾ 1 ബേസിക് ഓഫ് അക്കൗണ്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ ദിവസം അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള അക്കൗണ്ട്സ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ആണ് അല്ലെ. പിന്നീട് റിവിഷൻ വരുന്നുണ്ട്. അതിനുശേഷം മൊഡ്യൂൾ എക്സാം. അതായത് റിവിഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാണ്, അവിടെ പ്രോപ്പർ ആയിട്ടൊരു ഡേ കൊടുക്കുകയാണ് റിവിഷൻ എന്ന രീതിയിൽ. പ്രോപ്പർ ആയിട്ടൊരു ഡേ നമ്മൾ കൊടുത്തു. ശേഷം പിന്നീട് പാർട്ണർഷിപ്പ് അക്കൗണ്ട് നമ്മൾ കടന്നു. ഇങ്ങനെ Day 5, Day 6 എന്നിങ്ങനെ രീതിയിൽ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ടൈം ടേബിള്. അതിനുശേഷം വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ ഏതാണ്ട് 41ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മളെ കൊമേഴ്സിന്റെ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. കൊമേഴ്സിന്റെ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. ആ കൊമേഴ്സിന്റെ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 40 മാർക്ക് ലോ അല്ലെ. ലോയിലൊക്കെ നമ്മൾ പോകും. മൊഡ്യൂൾ 1 നമ്മൾ പോകും. മൊഡ്യൂൾ 1 ആണ് 42ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. ആ 42 ദിവസം പിന്നെ 43, 44 എന്നിങ്ങനെ പോകുമ്പോൾ അവിടെ ലോയുടെ പേപ്പറാണ് കൂടുതലായിട്ട് പഠിക്കുക. അതിനുശേഷം ജനറൽ പേപ്പറിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ ഏതാണ്ട് 100 ദിവസത്തിന്റെ മുകളിൽ, ഏതാണ്ട് 112 ദിവസം വരെ ആകുമ്പോഴേക്കും നമ്മൾ എന്താണ് സിലബസ് നമ്മൾ കവർ ചെയ്തു. പിന്നീട് നമ്മൾ എന്താണ് 113, 114, 115 ദിവസങ്ങളിൽ റിവിഷൻ ആയിട്ട് എക്സാമുകള്, പിന്നീട് മോഡൽ എക്സാമുകൾ അല്ലെ. 3ഓളം മോഡൽ എക്സാമുകളോട് കൂടി 120 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ 120 ദിവസം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി പറ്റും. സോ പ്രിപ്പറേഷൻ മാത്രം പോരാ, കറക്റ്റ് ആയിട്ട് ഇവിടെ യൂണിറ്റ് തിരിച്ച് റിവിഷനും എക്സാമും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച ഭാഗങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് കവർ ചെയ്യാനും അതേപോലെ തന്നെ എക്സാം നടത്തി എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലാക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 120 ദിവസത്തെ ബാച്ച്, അതായത് 120 ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മളെ STOയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ PDF നോട്ടുകളും എക്സാമുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ STO എന്നുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പ്രോപ്പർ ആയിട്ടുള്ള പഠനം ഇപ്പോഴും ആരംഭിക്കുക. അതിനുവേണ്ടി നമ്മളെ CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറായ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു 120 ദിവസത്തെ ബാച്ചാണ്, 120 ദിവസത്തെ ടൈം ടേബിൾ ആണ്. അപ്പൊ ടൈം ടേബിൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ആ ദിവസം കൊണ്ട്, അതായത് ടൈം ടേബിൾ കഴിയുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തൊരു ദിവസം STOയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ന്യൂസുകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.